Hi everyone, have a good day ahead. Now, I would like to provide a summary and descriptions of the last chapter in the fourth module, that is Chemical Happiness and the Meaning of Life, written by Y.N. Harari. First of all, I'm giving a brief explanation of Y.N. Harari. You know, Harari was born in the year 1976 and he is a Jew. He studied history from the Hebrew University of Jerusalem with a special focus on medieval and military history. He got his DPhil from Oxford. He is now a professor at the Hebrew University. His important work, named Sapiens, A Brief History of Humankind, is a sweeping history of humanity from the Stone Age to the 21st century. You know, Harari 1976-ലാണ് ജനിച്ചത് and he is a Jew. He studied from Hebrew University of Jerusalem. He is now a professor at the Hebrew University. Okay, അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് വർക്കാണ് സാപ്പിയൻസ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ കൈൻഡ്. ഈ ബുക്ക് പ്രതിപാദിക്കുന്നത് സ്റ്റോൺ ഏജ് മുതൽ 21st സെഞ്ച്വറി വരെ എത്തി നോക്കുന്ന ഒരു പുസ്തകമാണത്. സ്റ്റോൺ ഏജ് മുതൽ 21st സെഞ്ച്വറി വരെയുള്ള ഹിസ്റ്ററിയാണ് അതിൽ മെയിനായിട്ട് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. റൈറ്റ്. ദെൻ യു നോ ദ എക്സ്ട്രാക്ട്, present extract, that is Chemical Happiness and the Meaning of Life. In the present discourse, it is on the meaning of life. Harari argues against the traditional spiritual perception and says that happiness is the result of chemical processes taking place in human brain. You know, നമുക്ക് പഠിക്കാനുള്ള പ്രസൻറ്റ് എക്സ്ട്രാക്റ്റ് എന്ന് പറയുന്നത് മീനിങ് ഓഫ് ലൈഫ് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. അദ്ദേഹം ഹരാറി എന്ന് പറയുന്ന എഴുത്തുകാരൻ ട്രഡീഷണൽ സ്പിരിച്വൽ പെർസെപ്ഷൻ, ട്രഡീഷണലായിട്ട് നമ്മൾ ചിന്തിച്ചു പോരുന്ന കാര്യങ്ങൾക്കൊക്കെ ഓപ്പോസ് ചെയ്തിട്ട് സംസാരിക്കുന്ന ആളാണ്. അദ്ദേഹം പറയുന്നത് ദറ്റ് ഹാപ്പിനെസ് ഇസ് ദ റിസൾട്ട് ഓഫ് കെമിക്കൽ പ്രോസസ്സസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ദ ഹ്യൂമൻ ബ്രെയിൻ. ഓക്കെ, നമ്മുടെ ബ്രെയിനിൽ സംഭവിക്കുന്ന കെമിക്കൽ പ്രോസസ്സിൻ്റെ റിസൾട്ടാണ് നമുക്കുണ്ടാവുന്ന ഹാപ്പിനെസ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ ഒരു എക്സ്ട്രാക്റ്റിനെ കുറിച്ചാണ്, ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. കെമിക്കൽ ഹാപ്പിനെസ് ആൻഡ് ദ മീനിങ് ഓഫ് ലൈഫ്. ഈ പോർഷനിൽ ഫസ്റ്റ് തിങ് ആയിട്ട് തന്നെ അദ്ദേഹം സോഷ്യൽ സയൻറ്റിസ്റ്റസിനെയും ബയോളജിസ്റ്റസിനെയും കമ്പയർ ചെയ്യുവാണ്. സോഷ്യൽ സയൻറ്റിസ്റ്റസ് ആളുകളുടെ വെൽബീങ്ങിനെ കുറിച്ച് സൊസൈറ്റിയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇടുമ്പോൾ അവർക്ക് കിട്ടുന്ന ആൻസേഴ്സ് ആളുകൾക്ക് സന്തോഷം ഉണ്ടാവുന്നത് സോഷ്യോ ഇക്കണോമിക് ഫാക്ടേഴ്സ്, വെൽത്ത്, പൊളിറ്റിക്കൽ ഫ്രീഡം ഒക്കെ ബേസ് ചെയ്തിട്ടാണ്. അവരുടെ സാലറി, പൊളിറ്റിക്കൽ റൈറ്റ്സ്, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണെന്നാണ് സോഷ്യൽ സയൻറ്റിസ്റ്റസ് പറയുന്നത്. എന്നാൽ ഇതേ ക്വസ്റ്റ്യനെയോസ് ബയോളജിസ്റ്റസ് ചോദിക്കുമ്പോൾ അവരുടെ ആൻസേഴ്സ് വളരെ ഡിഫറെൻ്റ് ആണ്. അവർ പറയുന്നത് അവർ വെൽബിങ് ഇസ് നോട്ട് ഡിറ്റർമിൻഡ് ബൈ തിങ്സ് ലൈക്ക് സാലറി, സോഷ്യൽ റിലേഷൻസ് ഓർ പൊളിറ്റിക്കൽ റൈറ്റ്സ്. It's determined by a complex system of nerves, neurons, synapses, and various biochemical substances such as serotonin, dopamine, and oxytocin. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ബോഡിയിലുണ്ടാവുന്ന ഹോർമോൺസ്, നമ്മുടെ ബ്രെയിൻസിലുണ്ടാവുന്ന ഹോർമോൺ ചേഞ്ചസ്, ഇലക്ട്രിക്കൽ സിഗ്നൽസ് ഒക്കെയാണ് ഇങ്ങനെയുള്ള സന്തോഷങ്ങൾക്ക് കാരണം. പ്ലസൻറ്റ് സെൻസേഷൻസ് ഇൻ ദെയർ ബോഡീസ്, ആളുകളുടെ ബോഡിയിലുള്ള പ്ലസൻറ്റ് സെൻസേഷൻസ് ആണ് ഇതിന് കാരണം. പീപ്പിൾ ആർ മെയ്ഡ് ഹാപ്പി ബൈ ഓൺലി വൺ തിങ്, ദറ്റ് ഈസ് പ്ലസൻറ്റ് സെൻസേഷൻസ് ഇൻ ദെയർ ബോഡീസ്. ഇങ്ങനെ ഒരു ടോപ്പിക്കിലൂടെയാണ് ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഐ എം റിപ്പീറ്റിംഗ്. സോഷ്യൽ സയൻറ്റിസ്റ്റസ് ഡിസ്ട്രിബ്യൂട്ട് സബ്ജക്റ്റീവ് വെൽബീയിങ് ക്വസ്റ്റ്യനെയേഴ്സ്. They correlate the results with socio-economic factors as wealth and political freedom. But you know, biologists use the same questionnaires and they correlate the answers with biochemical and genetic factors. Biologists think that our mental and emotional world is governed by biochemical mechanisms shaped by millions of years of evolution. Like all other mental states, our well-being is not determined by things like salary,
social relations, or political rights. It's determined by a complex system of nerves, neurons, synapses, and the various biochemical substances such as serotonin, dopamine, and oxytocin. ഇങ്ങനെ പറയുന്നതിന് അവരൊരു എവിഡൻസ് പറയുന്നത് ഒരാളും ലോട്ടറി അടിക്കുന്നതുകൊണ്ടോ ഒരു വീട് വെക്കുന്നതുകൊണ്ടോ പ്രൊമോഷൻ കിട്ടുന്നതുകൊണ്ടോ ട്രൂ ലവ് കണ്ടുപിടിക്കുന്നതുകൊണ്ടോ ഒന്നും ഒരാൾക്കും ഒരാളുടെ ബോഡിയിലും സന്തോഷം ഉണ്ടാവുന്നില്ല. ഒരാളുടെ മനസ്സിനെയും സന്തോഷിപ്പിക്കാൻ അതിന് കഴിയില്ല. അതിന് ഒരേ ഒരു കാരണം പ്ലസൻറ്റ് സെൻസേഷൻസ് ഇൻ ദെയർ ബോഡീസ് എന്നുള്ളതാണ്. The man is reacting to various hormones coursing through his bloodstream and to the storm of electric signals flashing between different parts of the brain. ഒരു മനുഷ്യൻ്റെ ബ്രെയിനിൽ പല ഭാഗങ്ങളിലായിട്ട് ഇലക്ട്രിക് സിഗ്നൽസ് ഫ്ലാഷ് ചെയ്യുന്നതിലൂടെ, ഹോർമോൺസ് വർക്ക് ചെയ്യുന്നതിലൂടെയൊക്കെയാണ് ഈ ഒരു പ്ലസൻറ്റ് സെൻസേഷൻസ് അവരുടെ ബോഡിയിൽ ഉണ്ടാവുന്നത് എന്നാണ് ബയോളജിസ്റ്റേഴ്സ് അവകാശപ്പെടുന്നത്. പിന്നീട് അദ്ദേഹം ഹരാരി ഇതിൽ സ്റ്റേറ്റ് ചെയ്യുന്ന മറ്റൊരു പോയിൻ്റാണ്, ഹ്യൂമൻ ഹാപ്പിനെസ് കണ്ടീഷനിങ് സിസ്റ്റം ഇസ് ഡിഫർ ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. Some people are born with a cheerful biochemical system, and such a person is happy even if he lives in an alienating big city, loses all his money in stock exchange crash, or diagnosed with diabetes. Other people are crushed and cursed with a gloomy biochemistry. Such persons remain depressed even he enjoys the support of a well-knit family, wins millions of dollars in a lottery, and is as healthy as an Olympic athlete. Nothing can make him very happy. അദ്ദേഹം പറയുന്ന മറ്റൊരു പോയിൻ്റാണ്, മനുഷ്യൻ്റെ ഹാപ്പിനെസ് അത് ആ ഹാപ്പിനെസ്സിനെ കണ്ടീഷൻ ചെയ്തിരിക്കുന്ന സിസ്റ്റം എന്ന് പറയുന്നത് പേഴ്സൺ ടു പേഴ്സൺ ഡിഫറെൻ്റ് ആയിരിക്കും. ചില ആളുകളെ നമുക്ക് കാണാൻ പറ്റും, അവർക്ക് ജനിക്കുമ്പോൾ തന്നെ നല്ല ചിയർഫുൾ ബയോകെമിക്കൽ സിസ്റ്റം ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു ബിഗ് ഏലിയനേറ്റിംഗ് സിറ്റിയിൽ പെട്ടുപോയാലോ, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ക്രാഷിലൊക്കെ അയാളുടെ പണമൊക്കെ ഒരുപാട് നഷ്ടപ്പെട്ടു പോയാലോ, ഒരുപാട് രോഗങ്ങളൊക്കെ പിടിപെട്ടാലോ ഒന്നും അവർക്ക് വിഷമം ഉണ്ടാവുന്നത്, ഗ്ലൂമി ആയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റില്ല. എപ്പോഴും അവർ സന്തോഷത്തോടെ ആയിരിക്കും, പുഞ്ചിരിച്ച മുഖമായിട്ടായിരിക്കും അവർ ലൈഫിനെ ഫേസ് ചെയ്യുന്നത്. എന്നാൽ മറ്റു ചില ആളുകളുണ്ടാവും, അവർക്ക് എന്തുണ്ടായിട്ടും കാര്യമില്ല. Such persons remain depressed even if he enjoys the support of a well-knit family, wins millions of dollars in a lottery, and is as healthy as an Olympic athlete. ഒരു ഒളിമ്പിക് അത്ലറ്റിൻ്റെ അത്രയും ഹെൽത്തി ആയിരിക്കും. ഒരുപാട് ലോട്ടറിയൊക്കെ കിട്ടിയ ഒരുപാട് ഡോളേഴ്സ് മില്യൺസ് ഒക്കെ അയാൾ കിട്ടിയിട്ടുണ്ടാവും. നല്ല ഫാമിലി സപ്പോർട്ടിലായിരിക്കും ജീവിക്കുന്നത്. എങ്കിലും ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ട് ഭയങ്കര ഗ്ലൂമി ആയിട്ട് കാണാൻ പറ്റും. അങ്ങനെയുള്ള ആളുകൾ ജനിക്കുന്നത് തന്നെ വിത്ത് എ ഗ്ലൂമി ബയോകെമിസ്ട്രി എന്നാണ്. അപ്പോൾ നമ്മുടെ ജനറ്റിക് ഫാക്ടേഴ്സ് നമ്മുടെ ജീവിതത്തിലെ സന്തോഷത്തിനെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നതാണ് അദ്ദേഹം പറയുന്ന മറ്റൊരു പോയിൻറ്റ്. ഇപ്പോൾ നമുക്ക് നോർമലി കാണാൻ പറ്റുന്ന എല്ലാവരുടെയും ലൈഫിലേക്ക് നമ്മൾ ചെറുതായിട്ടൊന്ന് തിരിഞ്ഞു നോക്കാം. തിങ്ക് ഫോർ എ മൊമെൻറ്റ് അബൌട്ട് അവർ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. സം പീപ്പിൾ റിമൈൻ റിലേറ്റീവ്ലി ജോയ്ഫുൾ no matter what happens. There are others who are always disgruntled. We tend to believe that if we could just change our workplace, get married, finish writing that novel, buy a new car, or repay the mortgage, we would be on top of the world. Yet, when we get what we want, we don't seem to be any happier. Buying cars and writing novels do not change our biochemistry. They change it for a moment, but soon it gets back to the set point. Actually, it is. നമ്മുടെ ഫാമിലിയിലേക്കോ ഫ്രണ്ട്സിലേക്കോ ഒക്കെ തിരിഞ്ഞു നോക്കിയാൽ തന്നെ നമുക്കത് കാണാൻ പറ്റും. നമ്മൾ വിചാരിക്കും നമ്മളുടെ വർക്ക് പ്ലേസ് ഒന്ന് ചേഞ്ച് ചെയ്താൽ, ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന നോവൽ ഒന്ന് കംപ്ലീറ്റ് ചെയ്താൽ, എൻ്റെ കാറിൻ്റെ പേയ്മെൻ്റ് ഒന്ന് അടച്ചു തീർത്താൽ ഞാൻ ആൻഡ് ഐ വുഡ് ബി ഓൺ ദി ടോപ്പ് ഓഫ് ദി വേൾഡ്. പക്ഷേ എല്ലാം നടന്നു കഴിഞ്ഞാലും വി ഡോണ്ട് സീം ടു ബി എനി ഹാപ്പിയർ. ഇതൊന്നും കാറ് വാങ്ങിക്കുന്നതോ റീപേയ്മെൻറ്റ് ക്ലിയർ ചെയ്യുന്നതോ ഒന്നും നമ്മുടെ ബയോകെമിസ്ട്രിയെ ചേഞ്ച് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഹരാരിയുടെ വ്യൂ പോയിൻറ്റ്. Most biologists maintain that happiness is determined mainly by biochemistry, but they agree that psychological and sociological factors also have their place.
Our mental air conditioning system has some freedom of movement. It's almost impossible to exceed the upper or lower limit. Somebody born with an average level of happiness would never dance widely in the street. If we accept the biological approach to happiness, then history is of minor importance. History can't change the serotonin levels and therefore it can't make people happier. ആക്ച്വലി നമ്മുടെ ബോഡിയിൽ സിസ്റ്റത്തിന്, എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. പക്ഷേ ഹൈ ലെവൽ, ഒരു ലിമിറ്റ് വിട്ടിട്ട് ഹൈ ലെവലിലേക്കോ ലോവർ ലെവലിലേക്കോ പോകാൻ അതിന് കഴിയില്ല. ഒരു ആവറേജ് ലെവൽ ഹാപ്പിനെസ്സിൽ ജനിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഒരുപാട് സന്തോഷത്തിൽ ജീവിക്കാൻ കഴിയില്ല. ദെൻ സന്തോഷത്തിൻ്റെ ബയോളജിക്കലായിട്ടുള്ള അപ്രോച്ച് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുവാണെങ്കിൽ ഹിസ്റ്ററിയിൽ അതിന് ചെറിയ ഇമ്പോർട്ടൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം എന്താ, ഹിസ്റ്ററി കാൺ ചേഞ്ച് ദ സെറോട്ടോണിൻ ലെവൽസ് ആൻഡ് ദെർഫോർ ഇറ്റ് കാൺ മേക്ക് പീപ്പിൾ ഹാപ്പിയർ. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹി ടോൾഡ് ലൈക്ക് ദിസ്. ഇവിടെ അദ്ദേഹം ഒരു മിഡീവൽ ഫ്രഞ്ച് പെസൻറ്റിൻ്റെയും മിഡീവൽ ഫ്രഞ്ച് ഉള്ള ഒരു കർഷകൻ്റെയും മോഡേൺ പാരീസിയൻ ബാങ്കറിൻ്റെയും, പാരീസിലുള്ള ഒരു മോഡേൺ ആയിട്ട് ജീവിക്കുന്ന ബാങ്കറിൻ്റെയും ലൈഫിനെ കമ്പയർ ചെയ്തിട്ട് മെൻ്റൽ സ്റ്റേറ്റിനെ പറയുന്നുണ്ട്. കമ്പയർ ദ മിഡീവൽ ഫ്രഞ്ച് പെസൻറ്റ് ടു എ മോഡേൺ പാരീസിയൻ ബാങ്കർ. ദ പെസൻറ്റ് ലിവ്ഡ് ഇൻ ആൻ അൺഹീറ്റഡ് ഹട്ട് നിയർ ദ പിഗ്സ്റ്റി. The banker goes home to a penthouse with all the latest technological gadgets. We would expect the banker to be happier than the peasant. Mud huts or splendid homes do not determine our mood. Serotonin does. When the peasant completed his mud hut, his serotonin was at the top level of X. Similarly, when the banker paid the last installment for his penthouse, his serotonin level was also X. Consequently, the banker is not one iota happier than his ancestor, the peasant. അദ്ദേഹം ഇവിടെ പറയുന്ന കമ്പാരിസൺ എന്താണ്? ഫ്രഞ്ചിലുള്ള ഒരു കൃഷിക്കാരൻ വളരെ മോഡേൺ ആയിട്ട് ജീവിക്കുന്ന ഒരു ബാങ്കറുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഒരു പിഗ് സ്ട്രീക്ക് അടുത്ത് ഒരു ചെറിയ മൺകുടിലാണ് ആ കർഷകൻ താമസിക്കുന്നത്. പക്ഷേ ബാങ്കറാണെങ്കിലോ എല്ലാവിധ മോഡേൺ ടെക്നോളജിക്കൽ ഗാഡ്ഗറ്റ്സോടൊക്കെ കൂടി, എല്ലാ സുഖ സൗകര്യങ്ങളോടൊക്കെ കൂടി വലിയ വീട്ടിൽ, ഒരു പെൻറ്റ് ഹൗസ്, മണിമാളികയിലാണ് താമസിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെയൊക്കെ പ്രതീക്ഷ ഉണ്ടാവുന്നത് ആ ബാങ്കറിന് ഈ പെസൻറ്റിനേക്കാളും ഒരുപാട് സന്തോഷം കൂടുതലായിരിക്കുമെന്നാണ്. എന്നാൽ ആക്ച്വലി ഇങ്ങനെയുള്ള മൺകുടിലോ മണിമാളികകളോ ഒന്നുമല്ല നമ്മുടെ മെൻ്റൽ സ്റ്റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് അപ് ടു സെറോട്ടോണിൻ. ഈ ഒരു മൺകുടിലിൽ അതിൻ്റെ വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്തപ്പോൾ ആ കർഷകൻ്റെ സെറോട്ടോണിൻ ലെവൽ അതിൻ്റെ ഏറ്റവും ഹയസ്റ്റ് ലെവൽ എക്സിലെത്തി. അതേപോലെ തന്നെ ബാങ്കർ തൻ്റെ മാളികയുടെ അവസാനത്തെ ഇൻസ്റ്റാൾമെൻറ്റ് കൊടുത്ത് തീർത്തപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായത് സെറോട്ടോണിൻ്റെ ഹയസ്റ്റ് ലെവലായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ബാങ്കറിൻ്റെ സന്തോഷം ഈ ഒരു പെസൻറ്റിൻ്റെ സന്തോഷത്തിനേക്കാളും ഒരിത്തിരി പോലും കൂടുതലല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ മിഡീവൽ ഫ്രഞ്ച് പെസൻറ്റിൻ്റെയും മോഡേൺ പാരീസിയൻ ബാങ്കറിൻ്റെയും ലൈഫിനെ കമ്പയർ ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുന്നത്, ലൈഫിൽ നമുക്ക് കാണാൻ പറ്റുന്ന സുഖ സൗകര്യങ്ങളോ നമ്മൾ അനുഭവിക്കുന്ന ടെക്നോളജിക്കൽ ഗാഡ്ഗറ്റ്സോ ഒന്നുമല്ല നമ്മുടെ സന്തോഷത്തിൻ്റെ ലെവല് ഡിറ്റർമിൻ ചെയ്യുന്നത്. പിന്നെയോ സെറോട്ടോണിൻ എന്ന നമ്മുടെ ഹോർമോൺ മാത്രമാണത് ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. Thus, today we realize that the keys to happiness are in the hands of our biochemical system. Politics and social reforms, military coups and ideologies will not make us happy, but manipulating our biochemistry will. If we invest billions in understanding our brain chemistry and developing appropriate treatments, we can make people happier. Prozac does not change rulers, but by rising serotonin levels, it lifts people out of their depression. Nothing says the biological argument better than the new age slogan. In the slogan, happiness begins within. സന്തോഷം നമ്മുടെ ഉള്ളിൽ നിന്ന് തുടങ്ങുന്നു. Money, social status, plastic surgery, beautiful houses, powerful positions, and so on don't bring happiness.
but serotonin, dopamine and oxytocin do. എന്താണ് ഇവിടെ പറഞ്ഞത്? നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ സന്തോഷത്തിൻ്റെ കീ എന്ന് പറയുന്നത് ബയോകെമിക്കൽ സിസ്റ്റം അതിൻ്റെ കയ്യിലാണ്. പൊളിറ്റിക്കലായിട്ടുള്ള സോഷ്യലായിട്ടുള്ള ഒരു റീഫോംസും നമ്മളെ സന്തോഷിപ്പിക്കുന്നില്ല. പക്ഷേ ബയോകെമിസ്ട്രി നന്നായിട്ട് കൈകാര്യം ചെയ്താൽ അത് സാധിക്കും. നമുക്ക് നമ്മുടെ തലച്ചോറിനെക്കുറിച്ച്, ബ്രെയിനിൻ്റെ സിസ്റ്റത്തിനെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കാനും ആവശ്യമായ ശരിയായ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് നടത്തിയാലും കൂടുതൽ സന്തോഷം ജനങ്ങൾക്ക് നൽകാൻ കഴിയും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ഈ ബയോളജിക്കൽ ആർഗ്യുമെൻറ്റ് ആണ് ദിസ് ആർഗ്യുമെൻറ്റ് ബെറ്റർ ദാൻ ദ ന്യൂ ഏജ് സ്ലോഗൻ ഹാപ്പിനെസ് ബിഗിൻസ് വിത്തിൻ. ഹാപ്പിനെസ് ബിഗിൻസ് വിത്തിൻ എന്ന ന്യൂ ഏജ് സ്ലോഗനേക്കാളും ബെറ്റർ ദാൻ ആയിട്ട് നമുക്ക് തോന്നിയത് നത്തിങ് സേസ് ദ ബയോളജിക്കൽ ആർഗ്യുമെൻറ്റ് ബെറ്റർ ദാൻ ദ ന്യൂ ഏജ് സ്ലോഗൻ ഹാപ്പിനെസ് ബിഗിൻസ് വിത്തിൻ. മണി, സോഷ്യൽ സ്റ്റേറ്റസ്, പ്ലാസ്റ്റിക് സർജറി, ബ്യൂട്ടിഫുൾ ഹൗസസ്, പവർഫുൾ പൊസിഷൻസ് ഇതൊന്നും ഹാപ്പിനെസ് കൊണ്ടുവരില്ല. ബട്ട് സെറോട്ടോണിൻ, ഡോപ്പാമിൻ ആൻഡ് ഓക്സിറ്റോസിൻ ഡു. ഈ 3 ഹോർമോൺസാണ് നമ്മുടെ ശരീരത്തിന് പ്ലസൻറ്റ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുകയാണ്. ഈ ഒരു കോണ്ടെക്സ്റ്റ് പറയുമ്പോൾ പ്രസിദ്ധ എഴുത്തുകാരനായ ആൽഡസ് ഹക്സ്ലിയുടെ ബ്രേവ് ന്യൂ വേൾഡ് എന്ന നോവലിനെ കുറിച്ച് നമ്മൾ പറയണം. ഇൻ ആൽഡസ് ഹക്സ്ലീസ് നോവൽ ബ്രേവ് ന്യൂ വേൾഡ്, that is published in the year 1932. In this book, at the height of the Great Depression, happiness is the supreme value and psychiatric drug replace police and the ballot as the foundation of politics. Each day, each person takes a dose of Soma, a synthetic drug which makes people happy without harming their productivity and efficiency. ഈ ബുക്കിൽ ബ്രേവ് ന്യൂ വേൾഡ് എന്ന ബുക്കിൽ അദ്ദേഹം പറയുന്നത് സോമ എന്ന് പറയുന്ന ഒരു സിന്തറ്റിക് ഡ്രഗിനെ കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഡ്രഗ് കഴിച്ചാൽ അവരുടെ എബിലിറ്റി, സ്കിൽസ്, പ്രോഡക്റ്റിവിറ്റി ഒന്നും കുറഞ്ഞു പോവാതെ അവർക്ക് നല്ല സന്തോഷത്തോടു കൂടി വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അദ്ദേഹം ഈ ഒരു ബുക്കിൽ ബ്രേവ് ദ ന്യൂ വേൾഡ് എന്ന ബുക്കിൽ അദ്ദേഹം പ്രൊവൈഡ് ചെയ്യുന്ന ഐഡിയ. ഓക്കെ, Huxley's world is based on the biological assumption that happiness equals pleasure. To be happy is no more and no less than experiencing pleasant and the pleasant bodily sensations. Since our biochemistry limits the volume and the duration of these sensations, the only way to make people experiencing a high level of happiness for a long period is to manipulate their biochemical system. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നത് ഹാപ്പിനെസ് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്തിലാണ്? ഹാപ്പിനെസ് ഈക്വൽസ് ടു പ്ലെഷർ. അപ്പോൾ നമ്മുടെ ബയോകെമിസ്ട്രിയുടെ ലെങ്ത്തിലും മെഷർമെൻറ്റിലുമൊക്കെ ലിമിറ്റേഷൻ നടത്താതെ ഒരു മനുഷ്യന് കൂടുതൽ നേരം സന്തോഷത്തിൻ്റെ ആ ഒരു എക്സ്ട്രീം ആയിട്ടുള്ള ഒരു അനുഭവത്തിൽ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ, അതിൽ സ്റ്റേബിളായിട്ട് നിലനിർത്തണമെങ്കിൽ അവൻ്റെ ബയോകെമിക്കൽ സിസ്റ്റത്തിൽ ചേഞ്ചസ് വരുത്തേണ്ടി വരും. അതുകൊണ്ടാണ് സോമ എന്ന് പറയുന്ന ഡ്രഗിനെ കുറിച്ചൊക്കെ അദ്ദേഹം ലോകത്തിന് പരിചയപ്പെടുത്തിയത്. റൈറ്റ്. പക്ഷേ ഹരാരിയുടെ ഈ ഒരു ഡെഫിനേഷനെ പല സ്കോളേഴ്സും ചോദ്യം ചെയ്യുന്നുണ്ട്. ദാറ്റ് ഡെഫിനേഷൻ ഓഫ് ഹാപ്പിനെസ് of Harari is contested by some scholars. In a famous study, Daniel Kahneman, ആരായിരുന്നു ഡാനിയൽ കെൻമാൻ? നൊബേൽ പ്രൈസ് വിന്നർ ഇൻ എക്കണോമിക്സ്. അദ്ദേഹം ഒരിക്കൽ ചോദിച്ചത് എന്താ? He asked people to recount a working day episode by episode and evaluate how much they enjoyed and disliked each moment. He discovered what a paradox seems to most people. എന്താ അദ്ദേഹം കണ്ടെത്തിയ പാരഡോക്സ്? എന്താ വിരോധാഭാസം? ആളുകളോട് പറഞ്ഞു ഒരു ദിവസത്തിൽ അവർ ചെയ്ത എല്ലാ കാര്യങ്ങളും എപ്പിസോഡ് ബൈ എപ്പിസോഡായിട്ട് റീകൗണ്ട് ചെയ്യാൻ പറഞ്ഞു. അവർക്കുണ്ടായ സന്തോഷവും സങ്കടവും എല്ലാം, ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്ത എല്ലാ മൊമെൻറ്റ്സും എഴുതാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം കണ്ട ഒരു പാരഡോക്സ്, ഒരു വിരോധാഭാസമുണ്ട്. എന്താണ്? ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് അദ്ദേഹം അത് പറയുന്നത്. ടേക്ക് ദ വർക്ക് ഇൻവോൾവ് ഇൻ റൈസിങ് എ ചൈൽഡ്. Kahneman found that when counting moments of joy and moments of drudgery, bringing up a child
turns out to be an unpleasant affair. It consists largely of changing nappies, washing dishes, and dealing with temper tantrums. Yet, most parents declare that their children are their chief source of happiness. Does it mean that people don't know what is good for them? അദ്ദേഹം പറഞ്ഞ് ആളുകൾ റീകൗണ്ട് ചെയ്തതിൽ നിന്ന് ഒരൊറ്റ എക്സാമ്പിൾ മാത്രമാണ് അദ്ദേഹം പുറത്തേക്കെടുത്തത്. ഒരു കുട്ടിയെ വളർത്തുന്നതിനാവശ്യമായ ജോലി തന്നെ നമ്മൾ എടുക്കുക. കെൻമാൻ മനസ്സിലാക്കിയത് സന്തോഷത്തിൻ്റെയും ബോറടിക്കുന്നതിൻ്റെയും ഒക്കെ മോമെൻറ്റ്സിനെ കണക്ക് കൂട്ടുമ്പോൾ ഒരു കുട്ടിയെ വളർത്തുക എന്നത് ഒരിക്കലും സന്തോഷമില്ലാത്തൊരു കാര്യമാണ്. അവരുടെ നാപ്പി മാറ്റി കൊടുക്കുക, അവരുടെ ഡ്രസ്സൊക്കെ കഴുകി കൊടുക്കുക, അവരുടെ ദേഷ്യവും വാശിയും ഒക്കെ നന്നായിട്ട് നമ്മൾ ഫേസ് ചെയ്യുക. കുട്ടിയെ വളർത്തുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണിതൊക്കെ അല്ലേ. എന്നാലും മോസ്റ്റ് ഓഫ് ദ പാരൻസ് പറയുന്നത് എന്താ, അവരുടെ സന്തോഷത്തിൻ്റെ ഉറവിടം തന്നെ അവരുടെ കുട്ടികളാണെന്നാണ്. എന്താ ആൾക്കാർക്ക് അവർക്ക് എന്താ നല്ലതെന്ന് അറിയില്ല എന്നാണോ ഇതിൻ്റെ അർത്ഥം? അല്ല. അതുകൊണ്ടാണ് ഹരാരിയുടെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ പല സ്കോളേഴ്സും പല സ്കോളേഴ്സും ചോദ്യം ചെയ്യുന്നുണ്ടെന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം. ഈ ഒരു ചാപ്റ്ററിൽ ഹരാരിയുടെ മറ്റൊരു റിയാക്ഷൻ, ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട്. ദറ്റ് മാരീഡ് പീപ്പിൾ ആർ ഹാപ്പിയർ ഓൺ ആവറേജ് ദാൻ സിംഗിൾസ്. മാരീഡ് പീപ്പിൾ ആർ ഹാപ്പിയർ ഓൺ ആവറേജ് ദാൻ സിംഗിൾസ്. സിംഗിളായ ആളുകളെക്കാളും മാരീഡായ ആളുകളാണ് സന്തോഷത്തിലിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താ അങ്ങനെ പറയാനുള്ള കാരണം? ഹി തിങ്സ് ഹാപ്പിനെസ് പ്രൊഡ്യൂസസ് മാരേജ് ആൻഡ് നോട്ട് ദ അതർ വേ റൗണ്ട്. The serotonin, dopamine and oxytocin bring about and maintain a marriage. People who are born with cheerful biochemistry are generally happy and content. Such people are more attractive spouses. They are less likely to divorce. It's far easier to live with a happy and content spouse than with a depressed and dissatisfied one. ഇതാണ് അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അദ്ദേഹം പറയുന്ന ഹാപ്പിനെസ് ആണ് എപ്പോഴും മാരേജിൽ എത്തിച്ചേരുന്നത്, അല്ലാതെ തിരിച്ചല്ല. മാരേജ് ചെയ്യുന്നതുകൊണ്ട് ഹാപ്പിനെസ് ഉണ്ടാവും എന്നല്ല. ഒരു മനുഷ്യന് ഓക്സിറ്റോസിൻ്റെയും അതേപോലെ ഡോപ്പമിൻ്റെയും സിറോട്ടോണിൻ്റെയും ഒക്കെ ലെവൽ ഒരുപാട് കൂടുതലുണ്ടാവുന്നു. അവർ നല്ല ചിയർഫുൾ ബയോകെമിസ്ട്രിയിലാണ് ജനിച്ചിട്ടുള്ളത് എങ്കിൽ ആ ഒരു ഹാപ്പിനെസ്സാണ് അവരുടെ മാരേജിൽ കൊണ്ടെത്തിക്കുന്നത്. ദെൻ നല്ല ബയോകെമിസ്ട്രിയോടുകൂടി ജനിച്ച ആളുകൾക്ക് നല്ല സന്തോഷമുള്ളവരായിരിക്കും. അവർ അതുകൊണ്ട് തന്നെ നല്ല സ്പൗസസ് ആയിരിക്കും. അവരൊരിക്കലും ഡിവോഴ്സിനൊന്നും ശ്രമിക്കില്ല. അപ്പോൾ ഇങ്ങനെ നല്ല സ്പൗസസ് ആയിട്ട്, ഹാപ്പി സ്പൗസസ് ആയിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. അപ്പോൾ ഇതൊന്നും ഇല്ലാത്ത ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ കൂടെ ജീവിക്കുന്നതിനേക്കാളും ബയോകെമിസ്ട്രി കൂടുതലുള്ള, ബയോകെമിസ്ട്രി നല്ല ഡോപ്പമിൻ, സിറോട്ടോണിൻ, ഓക്സിറ്റോസിനൊക്കെയുള്ള ആളുകളുടെ കൂടെ ജീവിക്കുന്നതാണ് നല്ലതെന്നാണ് ഹരാരിയുടെ ഒരു മാരേജിനോടുള്ള റിയാക്ഷൻ എന്ന് പറയുന്നത്. നേരത്തെ ലോട്ടറി അടിക്കുന്നതിനെക്കുറിച്ചും വലിയ വലിയ വീടുകൾ ഉണ്ടാക്കുന്നതിനെക്കുറിച്ചുമൊക്കെ പറഞ്ഞതുപോലെ ഹരാരിയുടെ ഫ്രഞ്ച് റെവല്യൂഷനെക്കുറിച്ചുള്ള ഒബ്സർവേഷൻസും നമുക്ക് ഈ ചാപ്റ്ററിൽ കാണാൻ പറ്റും. ദ റെവല്യൂഷണറീസ് കിൽഡ് ദ കിങ്, ഗേവ് ലാൻഡ്സ് ടു ദ പെസൻസ്, ഡിക്ലെയർഡ് ദ റൈറ്റ്സ് ഓഫ് മാൻ, എബോളിഷ്ഡ് നോബൽ പ്രിവിലേജസ് ആൻഡ് വേജ്ഡ് വാർസ് അഗെയിൻസ്റ്റ് ദ ഹോൾ യൂറോപ്പ്. ബട്ട് നത്തിങ് ഓഫ് ദീസ് ചേഞ്ച്ഡ് ദ ഫ്രഞ്ച് ബയോകെമിസ്ട്രി. Those who were happy before the revolution were happy after that. So നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ റെവല്യൂഷണറീസ് രാജാവിനെ കൊന്നുകളഞ്ഞു, പെസൻസിന് ലാൻഡ് കൊടുത്തു, റൈറ്റ്സൊക്കെ എടുത്തു കളഞ്ഞു, ഹ്യൂമൻ റൈറ്റ്സൊക്കെ എടുത്തു കളഞ്ഞു, യൂറോപ്പിനെതിരായിട്ട് അവർ യുദ്ധം ചെയ്തു. പക്ഷേ ഇതൊന്നും തന്നെ ഫ്രഞ്ച് ബയോകെമിസ്ട്രിയെ മാറ്റിയോ? ഇല്ല. റെവല്യൂഷന് മുമ്പ് എന്താണോ ഉണ്ടായിരുന്നത്, റെവല്യൂഷന് മുമ്പ് സന്തോഷം ഉണ്ടായിരുന്ന ആളുകൾ റെവല്യൂഷന് ശേഷവും സന്തോഷിക്കുക തന്നെ ചെയ്തത്. അവിടെ അവരുടെ ബയോകെമിസ്ട്രിക്ക് ചേഞ്ച് വരുത്താൻ ഈ ഒരു ഫ്രഞ്ച് റെവല്യൂഷൻ കൊണ്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ബോഡിയിലുള്ള ഹോർമോൺ ചേഞ്ചസിൽ മാറ്റങ്ങൾ വരുത്തിയാലല്ലാതെ ഫിസിക്കലി ഉള്ള കാര്യങ്ങളിൽ ചേഞ്ച് വരുത്തുന്നതുകൊണ്ട് നമ്മുടെ ബയോകെമിസ്ട്രിയിൽ മാറ്റം വരുത്താൻ പറ്റില്ല എന്നും നമുക്ക് സന്തോഷിക്കാൻ പറ്റില്ല എന്നുമാണ് ഹരാരിയുടെ ഒരു വ്യൂ പോയിൻറ്റ്. പിന്നെ നമുക്ക് ഈ ചാപ്റ്ററിൽ സ്കെയിൽ ഓഫ് ഹാപ്പിനെസ്സിനെ കുറിച്ച് പറഞ്ഞത് കാണാം. സ്കെയിൽ ഓഫ് ഹാപ്പിനെസ് 1 to 10 വരെയാണ് കൗണ്ട് ചെയ്യുന്നത്. അതിൽ
അപ് ടു 5 വരെയുള്ള ആളുകളെ നമ്മൾ ഗ്ലൂമി ആയ ആളുകളെന്നും ഫ്രം 6 to 10 വരെയുള്ള ആളുകളെ ഹാപ്പി ആയിട്ടുള്ള ആളുകളെന്നുമാണ് ഈ ഒരു സ്കെയിലിനെ ബേസ് ചെയ്തിട്ട്, സ്കെയിൽ ഓഫ് ഹാപ്പിനെസ് ബേസ് ചെയ്തിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിലൂടെ അദ്ദേഹത്തിൻ്റെ ഹാപ്പിനെസ് എന്നുള്ള ഒരു കോണ്ടെക്സ്റ്റിന് അദ്ദേഹം കാണുന്ന മീനിങ് ആണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ദെൻ ഈ ഒരു ചാപ്റ്റർ അദ്ദേഹം കൺക്ലൂഡ് ചെയ്യുന്നത് നമുക്ക് ചുറ്റും എങ്ങനെ നമ്മൾ ഹാപ്പിനെസ് കണ്ടെത്തുന്നു എന്നുള്ള ഒരു ചെറിയ കൺക്ലൂഷനോട് കൂടിയാണ് ഈ ചാപ്റ്റർ അവസാനിക്കുന്നത്. He says that happiness is synchronizing one's personal delusions with the prevailing collective delusions. As long as I am in the line with the thinking of the people around me, I feel my life is meaningful and I feel happy in that conviction. എന്താ അദ്ദേഹം പറയുന്നത്? ഇന്ന് സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന പേഴ്സണൽ ഡില്യൂഷൻസ്, ഒരാളുടെ പേഴ്സണലായിട്ട് അദ്ദേഹം ചിന്തിക്കുന്ന കുറേ ഡില്യൂഷൻസ് ഉണ്ടാവും, അയാളുടെ തന്നെ കുറേ ധാരണകളുണ്ടാവും. അങ്ങനെയുള്ള ഡില്യൂഷൻസിലേക്ക് നമ്മുടെ മനസ്സിലുള്ള ഡില്യൂഷൻസിനെ കൂടെ നമ്മൾ മിങ്കിൾ ചെയ്യിപ്പിക്കുക, അങ്ങനെ കളക്റ്റീവ് ഡില്യൂഷൻസ് ആക്കി മാറ്റുന്നു. അങ്ങനെ എനിക്ക് ചുറ്റുമുള്ള ആളുകൾ ചിന്തിക്കുന്ന പോലെ ഞാനും ചിന്തിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം മീനിങ് ഫുള്ളായി എന്ന് ഞാൻ ചിന്തിക്കുന്നു. അങ്ങനെയാണ് ഇന്ന് പലപ്പോഴും സംഭവിക്കുന്നത്. നമ്മുടെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻസും വ്യൂ പോയിൻറ്റ്സുമൊക്കെ നമ്മൾ ചുറ്റുമുള്ള ആളുകളുടെ ഡില്യൂഷൻസിലേക്ക് കൂട്ടിക്കലർത്തുന്നു. അപ്പോൾ അവർ ചിന്തിക്കുന്ന പോലെ ഞാനും ചിന്തിച്ചു കഴിഞ്ഞാൽ എനിക്ക് സന്തോഷിക്കാൻ പറ്റും എന്ന രീതിയിൽ ഇന്നത്തെ ജനറേഷൻ സന്തോഷം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ദിസ് ഈസ് ആക്ച്വലി എ ഡിപ്രസിങ് കൺക്ലൂഷൻ. ഡസ് ഹാപ്പിനെസ് റിയലി ഡിപ്പെൻഡ് ഓൺ സെൽഫ് ഡില്യൂഷൻ? ആക്ച്വലി ഈ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് വളരെ ഡിപ്രസിങ് ആണ്. നമ്മുടെ സന്തോഷത്തിൻ്റെ കീ എപ്പോഴും നമ്മുടെ കയ്യിലായിരിക്കണം. ആക്ച്വലി നമ്മൾ ജീവിക്കേണ്ടത് നമ്മളെ സന്തോഷത്തിൻ്റെ കീ എപ്പോഴും നമ്മുടെ കയ്യിൽ വെച്ചുകൊണ്ടാണ്. പക്ഷേ പലപ്പോഴും റിയാലിറ്റി എന്ന് പറയുന്നത് ഹ്യൂമൻ ബോണ്ട്സ് ആൻഡ് റിലേഷൻസ് ആർ ഡിപ്പെൻഡ്. അത് നമ്മുടെ ചുറ്റുപാടുമുള്ള റിലേഷൻസിനെയും നമുക്ക് ചുറ്റുമുള്ള ആളുകളെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ സന്തോഷം നിർണ്ണയിക്കുന്നത് എന്നുള്ളതൊരു റിയാലിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ദിസ് ഈസ് എ ഡിപ്രസിങ് കൺക്ലൂഷൻ. പക്ഷെ അദ്ദേഹം ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ അടുത്ത് ചോദിക്കുന്നു. ഡസ് ഹാപ്പിനെസ് റിയലി ഡിപ്പെൻഡ് ഓൺ സെൽഫ് ഡില്യൂഷൻ? ഡസ് ഹാപ്പിനെസ് റിയലി ഡിപ്പെൻഡ് ഓൺ സെൽഫ് ഡില്യൂഷൻ? നമ്മൾ സ്വയം ഉണ്ടാക്കുന്ന ഡില്യൂഷനിൽ നിന്നാണോ, ശരിയല്ലാത്ത ധാരണയിൽ നിന്നാണോ, അങ്ങനൊരു മിഥ്യാധാരണയിൽ നിലനിൽക്കുന്നതാണോ, അങ്ങനെയുള്ള ധാരണയെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണോ ആക്ച്വലി ഹാപ്പിനെസ് എന്ന് പറയുന്നത്? അതാണ് ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് അപ് ടു യു. ഓരോ റീഡറിനും ചിന്തിക്കാനുള്ള ഒരു ചോദ്യം തന്നുകൊണ്ട് ഈ ചാപ്റ്റർ അദ്ദേഹം അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ഓക്കെ, സോ ഇത് കാണുമ്പോൾ ഒരു വലിയ ചാപ്റ്ററാണ്. പക്ഷേ അതിൽ പറയുന്നത് ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. എക്സാമ്പിളൊക്കെ വെച്ചിട്ട് തന്നതാണ്. ദെൻ എക്സാമിനൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യനും ആൻസർ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. And this is the last chapter in the book Zeitgeist, right? And I hope all of you understood very well. Study well, be happy, and we will meet again. Until then, bye-bye. Thank you so much.